ചെറുതേനീച്ചയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാത്തതാണുള്ളത്. പല കാര്യങ്ങളും ഇപ്പോഴും നമുക്കും അറിഞ്ഞുകൂടാ. ഏറെ ഗവേഷണങ്ങൾ ഇനിയും നടക്കേണ്ട ഒരു വിഷയമാണിത്. എന്നിരുന്നാലും കുറേയേറെ വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 30 വർഷത്തിലേറെയായി ഇതിൻ്റെ പരിശീലന രംഗത്തുണ്ട്. ഒത്തിരിയേറെ പേർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഒത്തിരിയേറെ പേര് ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ പണ്ടില്ലാതിരുന്നതുപോലെ കേരളത്തിൽ പൊതുവെ ചെറുതേനീച്ചയ്ക്കും ചെറുതേനിനും ഒരു വൻ പ്രാധാന്യം ജനങ്ങൾ കൊടുക്കുന്നുണ്ട്. കാരണം ഞാനിത് പറയാൻ കാരണം, ഇത് കുത്താത്ത ഇനം തേനീച്ചകളായതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും ഇതിനെ വളർത്താം. അതായത് സ്ത്രീകളാവട്ടെ, കുട്ടികളാവട്ടെ, പ്രായം ചെന്നവരാവട്ടെ, ഭാഗികമായി വികലാംഗത്വം ഉള്ളവരാവട്ടെ, ആർക്കും ചെറുതേനീച്ച വളർത്താം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് കുത്താത്ത ഇനം തേനീച്ചകളാണ്. ലോകത്ത് ഏതാണ്ട് 500-600 ഇനം കുത്താത്ത ഇനം തേനീച്ചകളുണ്ട്. അതിൽ തേൻ ഉൽപാദന പ്രാധാന്യമുള്ള ഒട്ടേറെ ഇനങ്ങളുണ്ട്. അതിൽ ഒന്ന് ട്രൈഗോണ ഇറിഡിപ്പെന്നിസ് എന്ന് പറയുന്ന ഇനമാണ് പ്രധാനമായും കേരളത്തിലുള്ളത്. ഇത് കുത്താത്ത ഈച്ചകളായതുകൊണ്ട് എല്ലാവർക്കും വളർത്താമെന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ മറ്റൊരു കാര്യവുമുണ്ട്. സാധാരണ വൻതേനീച്ചയിൽ കാണുന്നത് പോലെ കൂടുപേക്ഷിച്ചു പോകുന്ന പ്രവണത പൊതുവെ ചെറുതേനീച്ചയിലില്ല. വൻതേനീച്ച വളർത്തുന്നവർ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഒരു 50% കൂട് പോലും മഴക്കാലം കഴിഞ്ഞ് പിറ്റേ വർഷത്തേക്ക് അവർക്ക് ഇരുന്ന് കിട്ടുന്നില്ല. എന്നാൽ ചെറുതേനീച്ചയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഏറെക്കാലം ചെറുതേൻ അതിൻ്റെ കൂട്ടിൽ തന്നെ ഇരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. ചിലപ്പോൾ 10, 20, 30 വർഷമായിട്ട് ഇരിക്കുന്ന കൂടുകൾ നമുക്ക് കാണാൻ കഴിയും. അതിനൊരു കുഴപ്പമില്ലാതെ അവിടെ ഇരിക്കും. ഇതാണ് രണ്ടാമത് ചെറുതേനീച്ചയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണം. അതായത് റേറ്റ് ഓഫ് ആബ്സ്കണ്ടി, കൂടുപേക്ഷിച്ചു പോകുന്ന പ്രവണത ചെറുതേനീച്ചയിൽ നന്നേ കുറവാണ്. മൂന്നാമത് ചെറുതേനീച്ച വളർത്തണമെന്ന് എല്ലാവരും വളർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ മൂന്നാമത്തെ കാര്യം, ചെറുതേനീച്ച വളർത്തലിന് തീരെ ചിലവ് കുറവേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 1 രൂപ പോലും മുടക്കാതെ ചെറുതേനീച്ചയെ വളർത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് സാധ്യമാണ്. ഒരു ചിരട്ടയുടെ കൂടോ, ഒരു മുളയുടെ തണ്ടോ, ഒരു മൺകലമോ, എന്തിനുള്ളിലും, ഒരു പൈപ്പിനകത്തോ, PVC പൈപ്പിനകത്തോ, മൺപൈപ്പിനകത്തോ, തടിപ്പെട്ടിക്കകത്തോ, എന്തിനകത്തും നമുക്ക് ചെറുതേനീച്ചയെ വളർത്താൻ സാധിക്കും. അതുകൊണ്ട് എന്താ ഗുണം? നമുക്ക് ചുറ്റും വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്ന, തീർത്തും വില കുറഞ്ഞ അല്ലെ ഒട്ടും ചിലവില്ലാത്ത ഈ വസ്തുക്കൾ കൂടുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ചെറുതേനീച്ചയെ നമുക്ക് വളരെ അനായാസമായിട്ട് വളർത്താൻ പറ്റും. ഇപ്പം ഈ 3 കാരണങ്ങളാണ് എല്ലാവരും ചെറുതേനീച്ചയെ വളർത്താൻ നല്ലതാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ പിൻപിലെ കാരണം. 1, കുത്തുന്നില്ല. 2, കൂടുപേക്ഷിച്ച് പോകുന്നില്ല. 3, തീരെ ചിലവ് കുറവാണ്. ഇതൊരു 0 ബജറ്റ് ഫാമിംഗ് ആണ്. ചെറുതേനീച്ച വളർത്തലിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ മറ്റ് വൻതേനീച്ചയെ പോലെ തന്നെ അത്രയ്ക്കൊന്നും തേൻ നമുക്കിതിനകത്ത് കിട്ടില്ല. ഒരു ശരാശരി 400 ഗ്രാം തേൻ നമുക്ക് കിട്ടി എന്ന് വരാം. നിങ്ങൾ കൂട് വളർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം നിങ്ങൾക്കൊരു 400 ഗ്രാം തേൻ ആവറേജ് പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഓരോ പ്രദേശത്തെ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് 400 കിട്ടിയില്ല എന്ന് വരാം, ചിലർക്ക് അതിൽ കൂടുതൽ കിട്ടിയെന്ന് വരാം. എല്ലാ വർഷവും തേൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് 300-500 ഇടയ്ക്ക്. അതുകൊണ്ടാണ് ഞാൻ സാധാരണ 400 എന്ന് പറയുന്നത്. ഒരു 400 ഗ്രാം തേൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം അങ്ങനെ തീരെ കുറവ് തേനായതുകൊണ്ട് ഇത് വളർത്തുന്നത് കൊണ്ട് ഉപകാരമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഉപകാരമുണ്ട്. കാരണം നമ്മളൊരു 10-20 കൂട് വളരെ അനായാസമായിട്ട് നമുക്ക് വളർത്താം. ഒരു തൊഴുത്തിൻ്റെ ഇറയത്തോ, വീടിൻ്റെ സൈഡിലോ, അതല്ലെങ്കിൽ ഒരു തണലുള്ള മരത്തിൻ്റെ ചുവട്ടിൽ സ്റ്റാൻഡ് വെച്ചോ ഒക്കെ നമുക്ക് കുറേയേറെ കൂടുകൾ അടുപ്പിച്ച് വേണമെങ്കിലും വെച്ച് ഇതിനെ വളർത്താൻ സാധിക്കും. അപ്പം അതുകൊണ്ട് വലിയ കാര്യമായ സ്ഥലനഷ്ടമോ ഒന്നും നമുക്കുണ്ടാവുന്നില്ല. അങ്ങനെ ഒരു 10-20 കൂട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു 4-5 കുപ്പി തേൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ വീട്ടാവശ്യങ്ങൾക്കത് സാധാരണഗതിയിൽ ആവശ്യത്തിലേറെയാണ്. നമുക്കൊരു വർഷത്തേക്ക് ആവശ്യമായ തേൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടും. മാത്രമല്ല, ഔഷധ ഗുണത്തിൽ മറ്റേതൊരു തേനിനേക്കാളും ഏറെ മികച്ച തേൻ കിട്ടും എന്നുള്ള മെച്ചവുമുണ്ട്. ഇനി നിങ്ങളൊരു കൊമേഴ്സ്യലായി വളർത്തുന്ന ഒരാളാണെങ്കിൽ 10, 400, 500 കൂടുകൾ നിങ്ങൾ പലയിടങ്ങളിലായിട്ട് വെച്ച് വളർത്തിയാൽ 10, 100 കിലോ തേൻ ഒക്കെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം 250 കൂടുകളോളമാണ് ആവറേജ് ഞാൻ ഒരു 10-20 വർഷമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നത്. അതിനകത്തുനിന്നൊരു 60-80 ഇടയ്ക്ക് കിലോ തേനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് 80 കിലോയോളം തേനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 400 ഗ്രാമോ അതിൽ താഴെയൊക്കെ തേനെ നമുക്ക് കിട്ടുന്നുള്ളൂ. എല്ലാ കൂട്ടിൽ നിന്നും നമുക്ക് ഒരുപോലെ തേൻ കിട്ടിക്കൊള്ളണമെന്നും ഇല്ല. എന്നിരുന്നാലും 80 കിലോ തേൻ എന്ന് നമുക്ക് പറയുന്നത് തീരെ മോശമല്ലാത്ത ഒന്നാണ്. നമുക്ക് അതിനകത്തൊരു 4-5 കുപ്പി വീട്ടാവശ്യങ്ങൾക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു 75 അല്ലെങ്കിൽ 70 കുപ്പി തേൻ നമുക്ക് കൊടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു
എന്താ പറയുക, ഒരു 1.5-2 ലക്ഷം രൂപയുടെ ഒരു വരുമാനം നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഒരു ചെറിയ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത ചെലവിന് അത് മതിയാകുമെന്നാണ് എൻ്റെ ഒരു കരുതൽ. തേനീച്ചയെ വളർത്തുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് കുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ 100 പേര് ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ അതിനകത്തൊരു 10% ആൾക്കാർ മാത്രമേ അത് വളർത്താൻ അവർക്ക് സാധിക്കുകയുള്ളൂ. ഈ വളർത്തുന്ന 10% ആൾക്കാരിൽ 1% ആൾക്കാരെ അത് തുടർന്ന് കൊണ്ടുപോകുന്നതായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് ഏതാണ്ട് 400ഓളം കൂടുകൾ ഉണ്ടായിരുന്നു. ഒരു 4 ടണ്ണിന് മേൽ തേൻ എനിക്ക് സ്വയമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം സമീപകാലത്താണ് ഞാൻ അത്രയും ലാർജ് സ്കെയിലായിട്ട് വളർത്താൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ടൺ കണക്കിന് തേൻ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളർത്തേണ്ടത് വൻതേനീച്ചയാണ്, അതിനൊരു സംശയമില്ല. പക്ഷേ അത് 100-ൽ ഒരാൾക്കേ വിജയകരമായി വളർത്താൻ സാധിക്കുകയുള്ളൂ. അതിന് പല കാരണങ്ങൾ ഉണ്ടാവാം. സാധാരണ നമ്മൾ ചെറുതേനീച്ചയെ വളർത്തുന്ന പലരും വൻതേനീച്ചയുമായി താരതമ്യം ചെയ്താണ് അതിനെ വളർത്തുന്നത്. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വൻതേനീച്ചയുമായി അടിസ്ഥാനപരമായി ഒട്ടേറെ വ്യത്യാസങ്ങൾ ചെറുതേനീച്ചയ്ക്കുണ്ടെന്ന് നമ്മൾ അറിയണം. അത് കുത്തുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. കുത്താത്തതിൻ്റെ കാരണം വൻതേനീച്ചയിലുള്ളതുപോലെ കുത്താൻ വേണ്ട കൊമ്പോ അതിന് വേണ്ട വിഷഗ്രന്ഥികളോ ഒന്നും ചെറുതേനീച്ചയിലില്ല. അതുകൊണ്ടത് കുത്തുന്നില്ല. പിന്നെയും ചില വ്യത്യാസങ്ങളുണ്ട്. വൻതേനീച്ചയെ സംബന്ധിച്ച് അതിൻ്റെ റാണി ഈച്ചയ്ക്ക് പറക്കാൻ കഴിയും. വേലക്കാരി പറക്കുന്ന പോലെ അത്രയും കരുത്തേറ്റ് പറക്കാൻ അതിന് കഴിയുന്നതല്ല എൻ്റെ അർത്ഥം. എന്നാലും അത്യാവശ്യ ഘട്ടങ്ങളിൽ അതിന് പറക്കാം. എന്നാൽ ചെറുതേനീച്ചയുടെ ഒരു കുഴപ്പം, അതിൻ്റെ റാണി ഈച്ചയ്ക്ക് പറക്കാനുള്ള കഴിവില്ല. പറക്കാനില്ല ഉള്ള കഴിവ് അതിനില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെ ചെറുതേനീച്ചയുടെ റാണി ഈച്ചയ്ക്ക് വൻതേനീച്ചയ്ക്കയുടെ റാണി ഈച്ചയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ചെറുതേനീച്ച കൂട് കൈകാര്യം ചെയ്യുമ്പോൾ റാണിയുടെ കാര്യത്തിൽ കൂടുതലായ ശ്രദ്ധയും സൂക്ഷ്മതയും നമ്മൾ കൊടുക്കണം. അതല്ലെങ്കിൽ അതിൻ്റെ റാണീച്ച താഴേക്കൊന്ന് വീണുപോയാൽ തിരികെ കൂട്ടിലേക്ക് പറന്നു കയറാൻ പോലും അതിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധയും പരിപാലനയും നമ്മൾ നഷ്ടമായി എന്ന് വരും. ഇപ്പം ചെറുതേനീച്ചയ്ക്ക് അതിൻ്റെ റാണീച്ചയ്ക്ക് പറക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ സൂക്ഷിച്ച് ചെയ്യേണ്ടതുണ്ട്. കാരണം വൻതേനീച്ചയിൽ സെറ്റ് പിരിഞ്ഞു പോകുമ്പോൾ പഴയ റാണിയാണ് പോകുന്നതെങ്കിൽ ചെറുതേനീച്ചയെ സംബന്ധിച്ച് അവിടെ അത് സെറ്റ് പിരിഞ്ഞു പോകുമ്പോൾ പുതിയ റാണീച്ചയായിരിക്കും പോവുക. പുതിയ റാണീച്ചയെ നമ്മൾ റാണി എന്നല്ല വിളിക്കുക, മറിച്ച് ഗൈനി എന്നാണ് വിളിക്കുക. ഗൈനി എന്നാൽ ഇണ ചേരാത്ത റാണി എന്നർത്ഥം, അഥവാ കന്യകയായ റാണി, വെർജിൻ ക്വീൻ. ആ ഈച്ചയ്ക്ക് പറക്കാൻ കഴിയും. അതിൻ്റെ ഉടല് മെലിഞ്ഞതാണ്, വലിയ ചിറകുകൾ അതിനുണ്ട്, അതുകൊണ്ട് അതിന് പറക്കാം. അപ്പോൾ അതിന് ഇണ ചേരാനോ പുതിയ സ്ഥലത്തേക്ക് പോകാനോ ഒക്കെ പറക്കാൻ കഴിയും. അങ്ങനെ ഇണ ചേർന്ന് കഴിഞ്ഞ് അത് തിരികെ കൂട്ടിലെത്തി 5-6 ദിവസം കഴിഞ്ഞത് മുട്ടയിടാൻ തുടങ്ങും. മുട്ടയിടാൻ തുടങ്ങുന്നതോടുകൂടി അതിൻ്റെ ഉദരം വലുതാവുകയും അതിൻ്റെ ചിറകുകൾ പൊട്ടി ശോഷിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് അതിന് പറക്കാൻ കഴിയാത്തത്. അങ്ങനെ പറക്കാൻ കഴിയാത്ത ഒരു ഈച്ചയായതുകൊണ്ട് മാത്രമാണ് നമ്മൾ പലപ്പോഴും ഇതിനെ ഡിസ്റ്റർബ് ചെയ്താലും ശല്യപ്പെടുത്തിയാലും ഒന്നും ഇത് പോകാത്തത്. അതതിൻ്റെ കൂട്ടിലിരിക്കുന്നതിൻ്റെ പ്രധാനമായ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ബലഹീനത ചൂഷണം ചെയ്താണ് നമ്മളിതിനെ കൂട്ടിലിരുത്തുന്നതെന്നും അറിഞ്ഞിരിക്കുക. പിന്നെ കൂടാതെ ഇതിൻ്റെ കൂടിനകത്ത് നിറയെ മുട്ട നമുക്ക് കാണാം. അതുപോലെ തന്നെ പൂമ്പൊടി കാണാം, തേൻ കാണാം. ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാറുണ്ട് പൂമ്പൊടിയാണ് തേനായി മാറുന്നതെന്ന്. അല്ല, പൂമ്പൊടി അതിൻ്റെ പ്രോട്ടീൻ ഫുഡാണ്, അഥവാ മാംസ്യാഹാരമാണ്. തേൻ അതിൻ്റെ അന്നജ ആഹാരമാണ്, അഥവാ കാർബോഹൈഡ്രേറ്റ് ഫുഡാണ്. അതിൻ്റെ വിശപ്പിന് വേണ്ടിയിട്ടും ഊർജത്തിന് വേണ്ടിയും അത് കഴിക്കുന്നത് തേനാണ്. എന്നാൽ വളർച്ചയ്ക്കും റിപ്പയർമെൻറ്റിനും ഒക്കെ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് വളരാനൊക്കെ കൂടിനകത്ത് കൂടുതലായി ആവശ്യമുള്ളത് അതിൻ്റെ പൂമ്പൊടിയാണ്. ഇപ്പോൾ തേൻ, പൂമ്പൊടി ഇത് രണ്ടും രണ്ടാണ്. ഒന്ന് അതിൻ്റെ ദ്രാവകാവസ്ഥയിലുള്ള ഭക്ഷണമാണ്, മറ്റൊന്ന് ഖരാവസ്ഥയിലുള്ള ഭക്ഷണമാണ്. അല്ലെങ്കിൽ ഒന്ന് അതിൻ്റെ കാർബോഹൈഡ്രേറ്റ് അന്നജ ഫുഡാണ്, മറ്റത് അതിൻ്റെ പ്രോട്ടീൻ അഥവാ മാംസ്യ ആഹാരമാണ്. ഇതും നമ്മൾ അറിഞ്ഞു. ചെറുതേനീച്ചക്കൂട്ടിൽ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് തേന്, പൂമ്പൊടി, ഇത് കൂടാതെ അതിനകത്ത് ഒത്തിരിയേറെ മെഴുക് കാണാം, മുട്ട കാണാം. മുട്ടയാണെങ്കിൽ തന്നെ വൻതേനീച്ചയുമായി ചില വ്യത്യാസം ഇവിടെയുണ്ട്. വൻതേനീച്ചയിൽ അതിൻ്റെ വേലക്കാരി വിരിയാനുള്ള മുട്ടയും ആണീച്ച വിരിയാനുള്ള മുട്ടയും റാണീച്ച വിരിയാനുള്ള മുട്ടയും ഒക്കെ വളരെ വ്യത്യസ്തമാണ് അതിൻ്റെ വലിപ്പം കൊണ്ട്. അത് നമുക്ക് കണ്ടാൽ തന്നെ നേരിട്ട് തിരിച്ചറിയാം. ചെറുതേനീച്ചക്കൂട്ടിൽ അതിൻ്റെ റാണി മുട്ടയ്ക്ക് വലിപ്പം കൂടുതലുണ്ട്. അതായത് ഒരു വേലക്കാരി വിരിയാനുള്ള അല്ലെങ്കിൽ ആണീച്ച വിരിയാനുള്ളൊരു മുട്ടയ്ക്ക് ചെറിയ മല്ലിയുടെ അല്ലെങ്കിൽ ഒരു മുഴുത്ത കടുകിൻ്റെ അത്ര വലിപ്പമുള്ളപ്പോൾ അതിൻ്റെ റാണി വിരിയാനുള്ള മുട്ടയ്ക്ക് ഒരു കുന്നിക്കുരുവിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവും.
ഈ മുട്ട പലപ്പോഴും കൂടിനുള്ളിൽ കാണും.